2026 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്ന ഗുണദോഷ ഫലങ്ങൾ എപ്രകാരമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. രോഹിണി നക്ഷത്രം ഇടവക്കൂറിലാണ് വരുന്നത്. ചന്ദ്രന് ഇഷ്ടപ്പെട്ട നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർ ഒരു സ്ഥിര സ്വഭാവമുള്ളവരല്ല. ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തും വാരിക്കോരി നൽകും. മധുരമായി സംസാരിച്ച് ഏവരെയും വശത്താക്കാൻ കഴിവുള്ളവരാണ് രോഹിണി നക്ഷത്രക്കാർ. ഇഷ്ടമില്ലാത്തവരെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഇവർക്ക് ഉണ്ട്. കണ്ട ഭാവം നടിക്കുകയില്ല. രോഹിണി നക്ഷത്രം ഒരു ഊന്നാളാണ്. മുഹൂർത്തത്തിന് എടുക്കുന്ന നല്ല നാളായിട്ടാണ് രോഹിണി നക്ഷത്രത്തെ കണക്കാക്കുന്നത്. ഇവർക്ക് 2026 ശനി 11-ലും വ്യാഴം 2-ലും ജൂൺ 2-ന് അത് 3-ലേക്കും മാറുകയാണ്. രാഹു 10-ലും കേതു 4-ലുമാണ്. കണ്ടകശനിയും ജന്മശനിയും ഒക്കെ കഴിഞ്ഞ് ഗുണാനുഭവങ്ങൾ ഏറെയുള്ള ഒരു സമയമാണ് 2026 കാലം. സമൃദ്ധിയും നേട്ടവും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലമാണ്. 8ഉം 11ഉം ഭാവാധിപനായ വ്യാഴം 2-ൽ, അതായത് ധനസ്ഥാനത്ത്, കുടുംബസ്ഥാനത്ത്, വാക്കുസ്ഥാനത്ത് ആയിട്ടാണ് ഈ വർഷാരംഭത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ അധികം നേട്ടമുണ്ടാവുന്ന ഒരു സമയമാണ് വർഷാരംഭം, അതായത് വർഷത്തിൻ്റെ പകുതി വരെ. പല വിധത്തിലുള്ള ധനനേട്ടവും വിജയവും അംഗീകാരവും ഒക്കെ ഈ സമയത്ത് വരുന്നതാണ്. വരുമാന വർധനവ് ഉണ്ടാവുന്നതാണ്. അപ്രതീക്ഷിതമായി ധനനേട്ടം ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. കർമ്മ പുരോഗതി ഉണ്ടാവും. ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കുവാനുള്ള അവസരം ഉണ്ടാവും. ഉള്ള ജോലിയിൽ തന്നെ സ്ഥാനക്കയറ്റം ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. ഉത്തരവാദിത്വം ഈ സമയത്ത് കൂടുന്നതാണ്. അത് വീട്ടുകാര്യത്തിലായാലും ജോലിക്കാര്യത്തിലായാലും ഉത്തരവാദിത്വം ഏറെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അധികാരവും പദവിയും ഒക്കെ ഈ സമയത്ത് ഉണ്ടാവുന്നതാണ്. കാർഷിക പുരോഗതി, സംരംഭ നേട്ടവും ഒക്കെ ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. വീട്, വസ്തു എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. കാർഷിക പുരോഗതിയും സംരംഭ നേട്ടവും ഒക്കെ ഉണ്ടാവുന്നതാണ്. വീട് പണി പൂർത്തിയാക്കുവാൻ കഴിയുന്നതായിരിക്കും. വിവാഹ കാര്യത്തിൽ തീരുമാനമാവുകയോ വിവാഹത്തിന് ഉള്ള അവസരം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുവാനുള്ള ഒരു കാലം കൂടിയാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാവുകയോ മംഗളകർമ്മത്തിൽ പങ്കെടുക്കുവാൻ സാധ്യതയോ ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാവുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധം ഊഷ്മളമാകുവാനും കുടുംബ സൗഖ്യം ഉണ്ടാകുവാനും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. വിട്ടു നിൽക്കുന്നവർ ഒന്നിക്കുവാനോ തെറ്റിപ്പിരിഞ്ഞവർ അകലം കുറയുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ പുരോഗതി ഉണ്ടാകാനും ഇഷ്ടപ്പെട്ട കരിയർ തിരഞ്ഞെടുക്കുവാനും വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യത തെളിഞ്ഞു വരുവാനും പഠന നേട്ടം ഉണ്ടാകുവാനും കലാപ്രവർത്തകർക്ക് രാഷ്ട്രീയക്കാർക്കും അംഗീകാരവും പദവിയും അവസരവും ഒക്കെ വന്നു ചേരുന്നതാണ്. വ്യവഹാര വിജയം ഉണ്ടാവുന്നതാണ്. ശത്രുക്കൾ തമ്മിൽ രമ്യതയിൽ ഉണ്ടാകുവാനും പുതിയ വ്യക്തികളെ കണ്ടുമുട്ടുവാനും പരിചയപ്പെടുവാനും അതുവഴി നേട്ടമുണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. ഗുണഫലം കൂടുതലാണെങ്കിലും 2026 ജൂൺ 2-ന് ശേഷം ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്നതാണ്. സാമ്പത്തികമായി പാഴ്ചിലവുകൾ ഉണ്ടാകുവാനും അംഗീകാരം നഷ്ടപ്പെടുവാനും ജോലിയിൽ സ്ഥാനമാറ്റം ഉണ്ടാകുവാനും ചിലപ്പോൾ സാധ്യത ഉണ്ടായി എന്ന് വരാം. പണം ചിലവഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചിലവഴിക്കേണ്ടതുണ്ട്. ആസ്പത്രിവാസം ഉണ്ടാകുവാനും സാധ്യതയുള്ളത് കൊണ്ട് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനും ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനുമായി ഈശ്വര പ്രാർത്ഥന നടത്തുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രയോജനപ്രദമാണ്. ശാസ്താക്ഷേത്ര ദർശനം, വിഷ്ണു ക്ഷേത്ര ദർശനം, ശിവക്ഷേത്ര ദർശനവും നടത്തുകയും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും ചെറിയ ചെറിയ വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതും ഗുണഫലങ്ങൾ വളരെയധികം കൂടുന്നതും ആയിരിക്കും.